അസ്സലാമലൈക്കും. ഷമീർ തിരൂരാണ് കേട്ടോ. നെഞ്ഞ് പൊട്ടിയിട്ടാ പ്രിയപ്പെട്ടവരെ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഫിൽസമോളുടെ ഈ അവസ്ഥ കണ്ടോ? ഈ മോള് കിടക്കുന്നത് കണ്ടോ? നമുക്കൊക്കെ മക്കളുള്ളതല്ലേ. എനിക്കുണ്ട് ഫിൽസമോളുടെ പ്രായത്തിലുള്ളൊരു മോള്. ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മനസാക്ഷിയോട് എനിക്കൊരു സമാധാനം കിട്ടില്ല. ഇന്നലെ മുതലേ ഈ വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ ഉറങ്ങാൻ പോലും സാധിച്ചിട്ടില്ല. ഈ ഉപ്പയുടെയും മകളുടെയും കഥകൾ കേട്ടപ്പോൾ നെഞ്ഞ് പൊട്ടിപ്പോയിട്ടോ പ്രിയപ്പെട്ട പണിക്കാരനാട്ടോ ഫിൽസമോളുടെ ഉപ്പ. ഒരു നിവർത്തി ഇല്ലാത്തതുകൊണ്ട് 3ാമത്തെ ബിൽഡിങ്ങിൻ്റെ മേലെയാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. 2000 രൂപ കുറഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ 3ാമത്തെ നിലയിൽ നിന്ന് ആ പൊന്നുമോള് കളിക്കുമ്പോൾ താഴേക്കൊന്ന് വീണതാ. ആ ഉപ്പ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു പൊന്നുമോളാ. നാട്ടുകാരും ഉപ്പയും എല്ലാവരും കൂടി ആ പൊന്നുമോളെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ വിധി എഴുതി ഫിൽസമോള് നമ്മളെല്ലാവരും വിട്ടു പോയിന്ന്. വളരെ സങ്കടത്തോടെയാണ് ആ നാടും ആ ഉപ്പയും തേങ്ങി കരഞ്ഞ്. പിന്നീടുണ്ടായത് ആ ഉപ്പ നേരെ പോയത് എവിടുക്കാന്നറിയോ? ഒരു ഡ്രസ്സ് ഷോപ്പിലേക്കാ. ആ പൊന്നുമോൾക്കൊരു പുതിയ ഉടുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്, ആ ഉടുപ്പ് ഇട്ടിട്ട് പൊന്നുമോളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഉടുപ്പ് വാങ്ങി വീട്ടിൽ വന്ന് ഖബർസ്ഥാനിൽ പള്ളിയിൽ ഖബർ, ആ പൊന്നുമോൾക്കുള്ള ഖബറെല്ലാം റെഡിയായി. ആ പൊന്നുമോൾ ആ പുതിയ ഉടുപ്പിടുമ്പോൾ ആ ഉപ്പ ഞെട്ടിപ്പോയി. ആ മോൾക്ക് ഹാർട്ടിൽ ചെറിയൊരു വെടിപ്പുണ്ടായിരുന്നു. ആ മോളെ എടുത്തുകൊണ്ട് ഉപ്പ ഹോസ്പിറ്റലിലേക്ക് ഓടി. അവിടെ കൊണ്ടുപോയപ്പോൾ ആ മോൾക്കൊരു തൊരുമ്പ് ജീവൻ ബാക്കിയുണ്ടായിരുന്നു. പടച്ചോൻ്റെ അപാരം മഴ കഴിവെന്നേ പറയാൻ പറ്റുള്ളൂ. ആ ഉപ്പാക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു ആ മോള്. 6 വർഷങ്ങൾ കാത്തിരുന്നിട്ട് പടച്ചോൻ കൊടുത്തൊരു പൊന്നുമോളാ ഫിൽസമോള്. അത്രമാത്രം ആ ഉമ്മയും ഉപ്പയും ആ മോളെ സ്നേഹിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെയൊക്കെ കാരുണ്യം കാത്ത് കിടക്കുക. പടച്ചോൻ്റെ അടുത്തേക്ക് പടച്ചോൻ വിളിച്ചിട്ട് പോലും പൊന്നുമോൾക്ക് പോകാൻ തോന്നില്ല. കാരണം എന്താണെന്നറിയോ? അത്രമാത്രം അവളെ ലാളിച്ചും കൊഞ്ചിച്ചും കൊണ്ടു കിടക്കുക ആ ഉപ്പയും ഉമ്മയും. ഇനി പ്രിയപ്പെട്ടവരെ, ഒരു 30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഫിൽസമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഡോക്ടർമാർ പറഞ്ഞ് നിങ്ങളൊന്ന് സഹായിക്കുമോ? നമുക്കൊക്കെ മക്കളുള്ളതല്ലേ. ഈ മോളെ കണ്ടിട്ട് നമുക്ക് എങ്ങനെയാണ് സ്കിപ്പ് ചെയ്ത് പോകാൻ തോന്നുന്നത്? ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങൾ സ്കൂൾ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമോ? നമ്മുടെ മോളായിട്ട് ഫിൽസമോളൊന്ന് കാണുമോ? അത്രയും ദയനീയ അവസ്ഥയാണ്. നെഞ്ഞ് പൊട്ടിപ്പോവും ഈ വീഡിയോ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ മോളെ കാണുമ്പോൾ. ആ ഉപ്പാടി ഉമ്മാടി അവസ്ഥ പറയണോ? ബോധം കെട്ട് കിടക്കുക ഉമ്മപ്പോഴും. ഇടയ്ക്കൊന്ന് ബോധം വരും, വീണ്ടും പോവും. അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. ആ ഉമ്മാടി ഉപ്പാടി കണ്ണീരൊന്നും കണ്ടില്ല എന്ന് വെക്കല്ലേ. ഒരു സാധാരണ നാടാണ്. ആ നാട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പുറത്താണ്. നിങ്ങളെ കൊണ്ട് ഒന്ന് സഹായിക്കാൻ പറ്റും, നിങ്ങളെ കൊണ്ടുള്ളത്. ഇനി പൈസ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് സ്റ്റാറ്റസ് വെക്കുകയോ, അല്ലെങ്കിൽ നിങ്ങളെ അടുത്തുള്ള ഫ്രണ്ട്സുകൾക്കും സ്കൂൾ ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുമോ? എനിക്കുണ്ട് ഈ പ്രായത്തിലൊരു പൊന്നുമോള്. അവൾ അംഗനവാടിയിലൊക്കെ പോകുന്നുണ്ട്. 3:30 വരെയാണ് അംഗനവാടിയുടെ സമയം. ഞാൻ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ 2:30 മണിക്ക് പോയിട്ട് എൻ്റെ പൊന്നുമോളെ ഞാൻ വിളിച്ചു വരും. എന്തിനാണെന്നറിയോ? അത്രയും നേരം ആ പൊന്നുമോളെ കൂടെ എനിക്ക് കളിക്കാമല്ലോ. അവളെ കൂടെ അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് എൻ്റെ പൊന്നുമോളെ. അതുപോലെ ഈ ഉപ്പാക്കും ഫിൽസമോളെ അത്രയേറെ ഇഷ്ടമാട്ടോ. അങ്ങനെയുള്ളൊരു ഉപ്പാനെ, ആ ഉപ്പാക്കാൻ മോളെ തിരിച്ചു കൊടുക്കാൻ നിങ്ങളൊന്ന് സഹായിക്കുമോ? ഉള്ളതുപോലെ ഒന്ന് സഹായിക്കുമോ പ്രിയപ്പെട്ടവർ? യാചിക്കുകയാണ് നിങ്ങളെ മുന്നിൽ. വേറെ ഒരു നിവർത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കണ്ട് ഇപ്പോഴും എനിക്ക് ഒരു തരിപ്പ് മാറിയിട്ടില്ല. ആ പൊന്നുമോളെ കണ്ടിട്ട് നമ്മളെല്ലാവരും വിചാരിച്ച ആ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. സഹായിക്കണേ പ്രിയപ്പെട്ടവരെ.